ആട് 3 ഇന്ന് റിലീസാണല്ലോ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ട്രാവലർ എന്ന് പറഞ്ഞിട്ടാണല്ലോ പടം വരുന്നത്. അതിന് അതിഗംഭീരമായിട്ട് നല്ല അടിപൊളിയായിട്ട് ചിരിക്കാനും അതിന് പഴയ സ്റ്റോറികളൊക്കെ കോർത്തിണക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സീനിലാണെങ്കിൽ ഞാനും ഉണ്ട് അതിലെ ഒരു സീനിൽ. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ലാസ്റ്റ് വരുന്നവരെ യുദ്ധത്തിൻ്റെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ലാസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫും കൂടി ആകുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ ഫുള്ള് ഇതറിയാം. എന്തായാലും നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തൊരു പടമാണ്. അത്രയും നെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തൊരു പടമാണ്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ അത് മറ്റേ ഇതല്ലേ അതിലൂടെ നമ്മൾ പടി വരെ നിർത്തിയതാണ്. പിന്നെ നമ്മൾ ഇത് ആടിനുള്ള ഫാൻ കൊണ്ട് നമ്മൾ വന്നേ, ഈ സിനിമയുടെ ഫാൻ കൊണ്ട് നമ്മൾ വന്നേ. അതിനുശേഷം ഇല്ല പോയിട്ടില്ല ഞാൻ നിർത്തിയ പരിപാടി. പിന്നെ ഈ പടം ഞാൻ പറഞ്ഞില്ല, ഈ പടം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പടം. അതുകൊണ്ട് നമ്മൾ ഈ പടത്തിലായിട്ട് താല്പര്യം കൊണ്ട് വന്നത്. പടത്തിൻ്റെ ഫാനാണ്, അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പടമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ വേഷം കിട്ടി വന്നത്. നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടിട്ട് വന്നതാണ്. നാട് ലുക്കാണ്. കുറച്ച് മാറ്റമുണ്ടല്ലോ. വേറെ സംഭവം, ഈ താടി മാറ്റം വന്നു കഴിഞ്ഞാൽ ഞാൻ ബാർബർ ഷോപ്പിൽ 100 രൂപ തേച്ചിയാണ്. അവർ ഹിന്ദിക്കാരനായി അവൻ ചെയ്ത് കുളവാക്കിയത് താടി. അവനറിയത്തില്ല. ഞാൻ പടം വരെ കാണിച്ചു കൊടുത്തു, ജയസൂര്യയുടെ പടം വരെ കാണിച്ചു കൊടുത്തിട്ട് പുള്ളിക്കാരെ ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് കുളവാക്കി. സിംഗം ആക്കണം, സിംഗം. പുറത്ത് എനിക്ക് സിംഗം 4 ആണത്. പക്ഷെ കുഴപ്പമില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഡീറ്റെയിലും പറയത്തില്ല, കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടു പടം. ഇനി നമുക്ക് 1.5 മണിക്കൂറുണ്ട് പടം ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് എന്നിട്ട് പറയാം ബാക്കി. അതിനെ പറയാം. ഇപ്പം നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. സിനിമ അടിപൊളി പടം. പിന്നെ വിജയ് മല്യ എല്ലാവരും ഉണ്ട്. മനസ്സിലായോ സാറേ? നമ്മുടെ വിനായകനൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ പടം. ഓക്കെ. കോമഡിയിലുണ്ട്, ഷാജി പാപ്പടൻ തകർത്തുണ്ട്. പിന്നെ സർബത്ത് ഷമീർ അടിപൊളിയാണ്. സർബത്ത് ഷമീർ തകർത്തുണ്ട്. കോമഡി എന്തായാലും ഫസ്റ്റ് ഹാഫ് റിവ്യൂ പറയണം. എന്തായാലും പ്രൊഡ്യൂസറിന് മുതലാക്കിയ കാശ് കിട്ടും.